എഴുപത്തോരും മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് റീത്തയെയും കൂടാതെ തന്നെ നമ്മുടെ എൽസമ്മയെയും അടിച്ചിറക്കുന്ന അലീനയെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ എപ്പിസോഡിൽ കിടക്കുകയാണെങ്കിൽ അധികാര കൈമാറ്റം ഉടനെ നടക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് കാണാനായിട്ട് ഇന്ന് സാധിക്കുക. അതിനെല്ലാം മുമ്പ് തന്നെ വൈജയന്തി ബാലചന്ദ്രൻ സംസാരം നടക്കുന്നുണ്ട്. ഒരു ഒരസൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബാലചന്ദ്രൻ്റെ അടുത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന പണിക്ക് പോയാൽ പോരെ, നിങ്ങൾ ഈ മദ്യമൊക്കെ കുടിച്ച് ആരെ കാണിക്കാനാ ഈ കോപ്രായമൊക്കെ കാണിക്കുന്നത് ബാലചന്ദ്ര, കഷ്ടമുണ്ട് എന്ന് ആര് പറയുന്നു? വൈജയന്തി പറയുന്നു. ഇതേ സമയം എൻ്റെ വൈജേ, ഞാനേ എൻ്റെ വീട്ടിലാണ് മദ്യപിക്കുന്നത്, അല്ലാതെ നിൻ്റെ വീട്ടുകാർ വാങ്ങിത്തന്ന വീട്ടിലൊന്നുമല്ല കേട്ടോ, അത് നീ ആദ്യം മനസ്സിലാക്കണമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിൻ്റെ അച്ചി വീട്ടിലൊന്നുമല്ല ഞാൻ കിടക്കുന്നത് എന്നും പറയുകയാണ്. നിങ്ങളെന്തിനാണ് എന്ത് പറഞ്ഞാലും എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത്, എൻ്റെ വീട്ടുകാരെ കൊള്ളിച്ച് പറയുന്നത്? എന്താണ് സത്യത്തിൽ ബാലചന്ദ്ര നിങ്ങൾക്ക് എന്നോടുള്ള ഇത്ര വൈരാഗ്യത്തിനുള്ള കാരണം? ഇത്രയും വിദ്വേഷം, ഇത്രയും പക, ഇത്രയും ദേഷ്യം എന്ന് ആദ്യമായി വൈജ ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ അതിനുള്ള കാരണം നീയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിനക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എൻ്റെ വൈജയെ എന്ന് പറയുമ്പോൾ, എന്ത് കാരണം? ഒരു കാരണവുമില്ല. നിങ്ങൾക്ക് എന്നെ ചെറുതാക്കി കാണിക്കണം, നിങ്ങൾക്ക് എന്നെ കൊച്ചാക്കി കാണിക്കണം. നിങ്ങൾക്ക് അലീനയെ ഞാൻ പറഞ്ഞു വിട്ടത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതൊക്കെ തന്നെയല്ലേ കാരണം എന്ന് പറയുന്നു. അത് കേട്ടതും നീ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ 1% ശരി തന്നെയാണ്. അലീനയെ പറഞ്ഞു വിട്ടത് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ അലീനയ്ക്ക് എതിരെ നിൽക്കുന്നതും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നു. പക്ഷേ എനിക്ക് നിന്നോടുള്ള 99% ദേഷ്യത്തിനും കാരണം അതല്ല എന്ന് പറയുന്നു. പിന്നെ എന്താണ് ബാലചന്ദ്ര, നിങ്ങൾ പറയൂ എന്ന് വൈജയന്തി പറയുമ്പോൾ, അതെ, നീയെ പണ്ട് ചെയ്ത ഒരു കുറ്റം, ആ കുറ്റം ഇപ്പോൾ നിന്നെ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു. ആ വലിയ ചതി ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിനക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ നീ ചിന്തിക്കാനോ നീ ആ രഹസ്യത്തെ മൂടി വയ്ക്കാനോ ആണ് ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് പറയുന്നു. നിൻ്റെ ആങ്ങളമാർക്കും നിൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും അറിയാം, നിൻ്റെ അമ്മയ്ക്ക് വരെ അറിയാം എന്താണ് കാരണമെന്ന്. പക്ഷേ ആരെങ്കിലും നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. നീ അവരോട് ചോദിച്ചിരുന്നോ എന്താണെന്ന് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അവരൊക്കെ നിങ്ങളുടെയും അലീനയുടെയും സൈഡാണ്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവർ നുണ പറയുന്നതാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ വൈജയെ, നീയപ്പോൾ ഒരു മണ്ടി തന്നെയാണ്. ഇത്രയും വലുതായിട്ട് പഠിച്ചിട്ടുണ്ട്, വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കഴുതയുടെ ബുദ്ധി പോലും നിനക്ക് ഇല്ലാതായി പോയല്ലോ എന്ന് ചിന്തിക്കുന്നത്, പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതെ, എൻ്റെ ബുദ്ധിയെ നിങ്ങളാരും ചോദിക്കുക ഒന്നും തന്നെ വേണ്ട കേട്ടോ. എനിക്കറിയാം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എന്ന് പറയുമ്പോൾ, വെറുതെയല്ല തവള കിടക്കുന്നത് മാതിരി കിടന്നത് ആശുപത്രിയിൽ. വണ്ടി കയറിയ തവളയെപ്പോലെ അല്ലേടി നീ ആശുപത്രിയിൽ കിടന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയും വൈജയന്തിയെ നാണം കെടുത്തുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നു. ദേ ബാലേന്ദ്ര, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ അഹങ്കാരം, എൻ്റെ ഈഗോനെ തൊടരുത് എന്ന് പറയുമ്പോൾ, അതെ, നിൻ്റെ അഹങ്കാരം, അതാണ് ഏറ്റവും വലിയ പരമമായ സത്യം. നിൻ്റെ അഹങ്കാരം കാരണമാണ് നിനക്ക് അത്തരം പണിയും കാര്യങ്ങളും കിട്ടിയത്. ഇനിയും അത്തരം സന്ദർഭം ഉണ്ടായിക്കൂടണമെന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ
നിനക്ക് കൊള്ളാം എന്ന് പറയുന്നു. അത് കേട്ടതും എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്ന ആൾ സ്വയം ഒന്ന് ചിന്തിച്ചാലും കൊള്ളാം. കാരണം ആരാണ് ആശുപത്രിയിൽ കിടന്നത് എന്നാലോചിച്ചാൽ മതി എന്ന് പറയുന്നു. എന്നിട്ടുള്ള മദ്യപാനമൊക്കെ മതി എന്ന് പറയുന്നു. ഇതേ സമയം ഞാൻ ഇനി ആശുപത്രി കിടക്കുമെന്നോ നീ ഒരിക്കലും വിചാരിക്കേണ്ട വൈജയ്. ഞാനിനി കിടക്കുകയാണെങ്കിൽ അത് എൻ്റെ അവസാനത്തെ കിടക്കലായിരിക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തി സങ്കടപ്പെടുകയാണ്. മറുവശത്ത് അലീനയ്ക്ക് വീടിൻ്റെ അധികാരം കൊടുക്കാൻ വേണ്ടി ഔതുക്കുട്ടിയും കൂടി ചേർന്ന് അലീനയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ് എന്ന് കാണാം. അലീന പറയുന്നതെല്ലാം നമ്മുടെ ഔതുക്കുട്ടിയുടെ മനസ്സിൽ തന്നെ തറയ്ക്കുന്നുണ്ട്. സ്റ്റാലിൻ ഒരപ്പൻ എന്ന രീതിയിൽ പരാജയമാണ് എന്ന് അലീന അലീനയല്ല ഔതുക്കുട്ടി മനസ്സിലാക്കുകയാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ അവനിലും മാറ്റം വരണമെന്ന് ഔതുക്കുട്ടി ചിന്തിക്കുന്നുണ്ട് എന്നും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഔതുക്കുട്ടിയാണെങ്കിൽ സ്റ്റാലിനെതിരെ തിരയുന്നത് എന്ന് കാണാം. ഒടുവിൽ മുട്ടുമടക്കുകയാണ് അലീനയുടെ മുൻപിൽ സ്റ്റാൻലി എന്ന കേണൽ. തുടർന്ന് അലീനയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ വീടിൻ്റെ പരമാധികാരിയായി സ്റ്റാൻലി ചുമതലപ്പെടുത്തുകയാണ് എന്ന് കാണാം. അലീനയെ അനുസരിക്കണം നിങ്ങളെല്ലാവരും. ഇനി അതാണ് നിങ്ങളുടെ കടമ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടിൽ അധികാരത്തിൽ നിൽക്കുമ്പോൾ റീത്ത എൽസമ്മയുമായിട്ട് കടന്നു വരികയാണ്. എൽസമ്മയുമായിട്ട് കടന്നു വരുന്ന റീത്തയ്ക്ക് ഒരേ ഒരു ലക്ഷ്യബോധവുമുള്ളൂ, അലീനയെ ഓടിക്കണം എന്നുള്ള കാഴ്ച. അലീനയെ ഓടിക്കാനായിട്ട് അവർ കിടന്ന് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാലിയും ഔതുക്കുട്ടിയും അലീനയ്ക്കായി നിലയുറപ്പിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ഇച്ചിരിയും കൂടി കടുക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു. ഒടുവിൽ ഒരു കയ്യാങ്കളിക്ക് മുതിരുകയാണ് അവർ, അലീനയെ ഫലമായിട്ട് പിടിച്ചു മാറ്റാനായിട്ട്. ഇതേ സമയമാണെങ്കിൽ എൽസമ്മയെ അലീന ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണാം. സ്ഥാനം കൊണ്ട് തൻ്റെ അമ്മയായിട്ട് വരുമെന്ന് അലീനയ്ക്ക് ബോധ്യമുണ്ട്. പക്ഷേ റീത്ത അവൾ ചെയ്ത ഒരുപാട് ചതികളും അവർ ചെയ്ത ഒരുപാട് കാര്യങ്ങളും അലീന മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവർക്കെതിരെ അലീന ഒരു ശക്തമായ തീരുമാനവും ശക്തമായ നിലപാടും എടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം.